നമസ്കാരം. US-ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി പരിമിതമായ തോതിൽ ആക്രമണങ്ങൾ നടത്താൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഇറാനുള്ളിൽ പരിമിതമായി സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നതിന് ട്രംപ് പദ്ധതിയിടുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ ഭരണാധികാരികൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് ഉപരോധത്തിന് പുറമെ ബോംബാക്രമണം കൂടി ഉൾപ്പെടുത്തിയുള്ള ഇരട്ട പ്രഹര തന്ത്രമാണ് ഭരണകൂടത്തിലെ ചില അംഗങ്ങൾ ശുപാർശ ചെയ്യുന്നത്. പൂർണ്ണമായ തോതിലുള്ള ബോംബാക്രമണ പരമ്പര പുനരാരംഭിക്കാനുള്ള സാധ്യതയും പരിഗണനയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഈ വർഷാവസാനം US ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൈനിക ഇടപെടലുകളോട് ട്രംപിന്റെ മേഗ ക്യാമ്പിലെ പലർക്കുമുള്ള എതിർപ്പ് കണക്കിലെടുക്കുമ്പോൾ ഇതിന് സാധ്യത കുറവാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ലോകത്തെയാകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ട്രംപ് രാത്രിയിൽ നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ പ്രവേശിക്കാനോ പുറത്തു കടക്കാനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളും തടയാൻ US സേന നടപടി തുടങ്ങുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഇറാന് നിയമവിരുദ്ധമായി ടോൾ നൽകുന്ന കപ്പലുകളെ കണ്ടെത്തി തടയാൻ ഞാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. അറബിക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതായ എല്ലാ രാജ്യങ്ങളിലെയും കപ്പലുകൾക്കെതിരെയും വിവേചനമില്ലാതെ ഈ ഉപരോധം നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നിയമവിരുദ്ധമായി ടോൾ നൽകുന്ന ആർക്കും സമുദ്രത്തിലൂടെ സുരക്ഷിതമായ യാത്ര അനുവദിക്കില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നശിപ്പിക്കാനും ഞങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്കോ സമാധാനപരമായ യാത്ര നടത്തുന്ന കപ്പലുകൾക്കോ നേരെ വെടിയുതിർക്കുന്ന ഏതൊരു ഇറാനിയെയും ഞങ്ങൾ നരകത്തിലേക്ക് അയക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സ്വന്തം രാജ്യത്തെ തകർത്തെറിഞ്ഞ ഈ സാഹചര്യം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് മറ്റാരേക്കാളും നന്നായി ഇറാൻ അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ US ആസൂത്രണം ചെയ്യുന്ന ഉപരോധത്തിന് പിന്തുണ ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയയ്ക്ക് നിലവിൽ ഔദ്യോഗിക അഭ്യർത്ഥനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചു. അവർ ഏകപക്ഷീയമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പങ്കുചേരാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ലഭിച്ച അഭ്യർത്ഥനകളൊന്നും ഞങ്ങൾ നിരസിച്ചിട്ടുമില്ലെന്നും ആൽബനീസ് ചാനൽ 9 വ്യക്തമാക്കി. ഇറാൻ തുറമുഖങ്ങൾക്കെതിരെ US ഉപരോധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവിലയും കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വരുമെന്ന US പ്രഖ്യാപനത്തിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ തന്നെ US ക്രൂഡ് ഓയിൽ വില 8% വർദ്ധിച്ച് ബാരലിന് $104.24 ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 7% വർദ്ധിച്ച് $102.29 എത്തി. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി വെള്ളിയാഴ്ച ബ്രെന്റ് ക്രൂഡ് വില $95.20 കുറഞ്ഞിരുന്നെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വില വീണ്ടും വർദ്ധിക്കാൻ കാരണമായി. ഇറാൻ അവർക്കിഷ്ടമുള്ളവർക്ക് എണ്ണ വിറ്റ് പണമുണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് നൽകാതിരിക്കുന്നതുമൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ഒന്നുകിൽ എല്ലാവർക്കും എണ്ണ ലഭിക്കും, അല്ലെങ്കിൽ ആർക്ക് ലഭിക്കില്ലെന്നാണ് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവേ ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിയെ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പരിഹസിക്കുകയായിരുന്നു ചെയ്തത്. ട്രംപിന്റെ ഭീഷണികൾ ചിരിക്കാൻ വകയുള്ളതാണെന്നായിരുന്നു നേവി കമാൻഡർ അഡ്മിറൽ ഷെഹ്റാം ഇറാനി വ്യക്തമാക്കിയത്. മേഖലയിലെ എല്ലാ US സൈനിക നീക്കങ്ങളും ഇറാനിയൻ സേന നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ സുരക്ഷാ സേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. ശത്രുവിന്റെ ഏതെങ്കിലും തെറ്റായ നീക്കം അവരെ മരണച്ചുഴിയിൽ കൊടുക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് തടയുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം US-ഇറാൻ സംഘർഷത്തിന് പരിഹാരം കാണാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. 23 മണിക്കൂർ നീണ്ട ഇസ്ലാമാബാദിലെ ഉന്നതതല ചർച്ചകൾക്ക് ശേഷം US-ഇറാൻ പ്രതിനിധികൾക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു ഇടമ്പടിയിലെത്താൻ കഴിയാതെ വന്നതിന് പിന്നാലെയാണ് പുടിൻ്റെ ഇടപെടൽ.